സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു മീഡിയയുമായിട്ടുള്ള, അതായത് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു മീഡിയ പ്രവർത്തകനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ അതിന് മറുപടി പറയണമെന്ന് തോന്നി. അപ്പോൾ രാജൻ ജോസഫ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം ഇന്ന സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ, അവൻ പറഞ്ഞത് വേറെ ഭാഷ ഉപയോഗിച്ചാണ് പറഞ്ഞത്, പക്ഷെ അത് എനിക്ക് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയണം. ആര് പറയുന്നു? രാജൻ ജോസഫ്. നീ ആരടാ രാജൻ ജോസഫ്? നീ രാഹുൽ മാങ്കൂട്ടം ശാരീരിക ബന്ധത്തിൽ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ഏർപ്പെട്ടോ ഇല്ലോ എന്ന് പിന്നെ നീ പറയുന്നതനുസരിച്ച് പറയണോ? നീ ആരാണ്? എടാ രാജൻ ജോസഫ്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും ആരോപണമോ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതോ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കണം. അത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം അവളുമായിട്ട് ചില പെണ്ണുങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, തേവടിശി പെണ്ണുങ്ങളാണ് ഇവരെല്ലാം. അതായത് നീ കണ്ടതില്ലേ, ഈ രാജൻ ജോസഫിന്റെ അടുത്തും ജേർണലിസ്റ്റിന്റെ അടുത്തും കൂടെ എനിക്ക് പറയാനുള്ളത്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ തേജോവധം ചെയ്തു ഒരു തേപിടിച്ച് പെണ്ണിറങ്ങിയിട്ട്. സരിതാ നായർ ആരാണ് അവളെ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യിച്ചത്? നമ്മൾ കണ്ടതല്ലേ കേരളത്തില്. അതുപോലെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരന് വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരോ! നീയൊക്കെ ആരെന്നാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഇതിന്? എന്തെങ്കിലും അങ്ങ് പറയാണ്. ഏതെങ്കിലും സ്ത്രീകൾ എവളെല്ലാം ആണുങ്ങളെ വളയ്ക്കാനായിട്ട് നടന്ന് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഒരു സ്ത്രീ പരസ്യമായിട്ട് വന്നിരുന്ന് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കും മറ്റതും മറിച്ചതും ഒക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വന്ന് റെഡിയായി പകുതി അർദ്ധനഗ്നയായ രൂപത്തിൽ വന്നിരുന്ന് വളരെ സന്തോഷമായിട്ട് പറയാണ്, രാഹുൽ മാങ്കൂട്ടം എന്നെ പീഡിപ്പിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു. എന്താ തെമ്മാണ് അതായത് ലോകത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഇങ്ങനെ ഒരു സ്ത്രീ വന്നിരുന്ന് പരിപൂർണ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി പറയണം രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു. എന്താ തണ്ടി? അത് പറയുന്ന കേട്ടാൽ തന്നെ രാജൻ ജോസഫിനെ പോലെയുള്ള തെമ്മാണ്. നിനക്കൊന്നും വേറെ ജോലിയില്ലേ? രാഹുൽ മാങ്കൂട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാങ്കൂട്ടങ്ങളോ? നീ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാര് CPM എത്രയോ മന്ത്രിമാരും MLA മാരും ഒക്കെ പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും നീ ചർച്ച ചെയ്യാതെന്ത്? ഏതെല്ലാം രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിൽ പോവാൻ നിനക്ക് ആരാണ് കോൺട്രാക്ട് തന്നിരിക്കുന്നത്? എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ മനസ്സില്ല. നീ എന്ത് ചെയ്യും? നീ എന്ത് ചിരയ്ക്കും? ഒന്നും ചെയ്യില്ലല്ല. നീ ചിരയ്ക്കാൻ നോക്ക്, അല്ലെങ്കിൽ നീ കോടതിയിൽ പോ. നിന്നെ കൊണ്ടാവുന്ന നീ ചെയ്തു നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന് അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ MLA ആവുന്നതിന് മുമ്പ് പല പെണ്ണുങ്ങളും ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇഷ്ടപ്പെടും. അവരുമായിട്ട് ഹോട്ടലിൽ പോയി മുറിയെടുക്കുന്നത് ഏത് തരം പെണ്ണുങ്ങളാണ്? വേശികളാണ്. അല്ലെങ്കിൽ അവര് ഇങ്ങനെ മാംസം ദാഹത്തിന് വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങളാണ്. അപ്പൊ ഹോട്ടലിലാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട, ഇനി അവളെ വീട്ടിലാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലാണോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല. നീ അത് അന്വേഷിക്കാൻ വേണ്ട. ഇവിടെ ചോദിക്കാനും പറയാനും പോലീസുണ്ട്, കോടതിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവളുമാര് പോയി ആദ്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഇട്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരസ്പര സമ്മതപ്രകാരമായിരിക്കാം ചിലപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട്, ചിലപ്പോൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയും. ചിലർ പറയുന്നത് ഞാൻ ഗർഭിണിയായി പിള്ള എവിടെ, കൊച്ചെവിടെ, ഗർഭചിത്രം നടത്തി അതിന്റെ രേഖ എവിടെ? അതൊന്നുമില്ല. ചുമ്മാങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ആക്കിക്കളയാമെന്ന് രാജൻ ജോസഫ് നിന്നെ പോലെയുള്ള ചെറ്റകൾ വിചാരിച്ച അതൊന്നും നടക്കുന്ന കേസല്ല. അതായത് കേരളത്തില് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ശ്രീകണ്ഠനും ചാണ്ടി ഉമ്മനും അങ്ങനെ ഒരു യുവനേര UDF വന്നു. അവര് പാലക്കാട് അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു, നിലമ്പൂര് അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. ഇതൊക്കെ കണ്ട് ഹാലിളകി. നിനക്ക് എന്താണ് ഈ ഹാലിളക്കം? ആരാണ് നിനക്ക് കോൺട്രാക്ട് ചെയ്യുന്നത്? CPM-കാരാണോ ഇനി സംഘപരിവാർ ശക്തികളാണോ? നീയൊക്കെ എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരമല്ലേ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, അവിടെ പോയി ചോദ്യം ചെയ്താൽ. നീ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഷേവ് ചെയ്ത് കളയുന്നൊന്നും നീ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട. നീ വല്ല ചെയ്യാൻ പോകി അങ്ങ് ചെയ്. നീ അല്ലാതെ നീ പറയുന്നത് പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയണം. ഇല്ലെങ്കിൽ അവരെ സുഖയ സമ്മത പ്രകാരമാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയണം. അങ്ങനെ പറയാനുള്ള തന്റെ ഇടം എന്തിനു പറയുന്നത്? അതൊന്നും
അതായത് ഭാര്യയും ഭർത്താവുമായിട്ടായിരുന്നാലും കാമുകന്മാരായിട്ടായിരുന്നാലും എന്തെങ്കിലും അവരെ ഇഷ്ടപ്രകാരമായാലും ഇഷ്ടപ്രകാരമല്ലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കെന്ത്, നീ അത് അന്വേഷിക്കാൻ നടക്കുന്ന എന്തിന്? നീ ഇപ്പൊ ഏതെങ്കിലും നിന്നെ പോലെ ഉള്ളവന്മാർ ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരു വിവാഹം കഴിച്ച് മണിയറയിൽ പോയാ നീ വേണോ ഈ കഥവിന്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുമല്ല? നീ അതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത്? ഈ ലോകത്ത്, ഈ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുന്നു, നീറുന്ന പ്രശ്നങ്ങൾ കിടക്കുന്നു ഇവിടെ. ജനങ്ങളുടെ, പാവപ്പെട്ടവന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും നിനക്ക് ചർച്ച ചെയ്യാൻ സമയമല്ല. രാഹുൽ മാങ്കൂട്ടം പെണ്ണുങ്ങളുമായിട്ട് പോയി, അതിന് നിനക്കെന്ത്? നിന്റെ വീട്ടിൽ വന്നില്ലല്ലോ. നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെയോ നിന്റെ സഹോദരിമാരെയോ ആരെങ്കിലും എന്തെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വന്നോ? ഇല്ലല്ലോ. അപ്പൊ നീ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് നിനക്ക് നല്ലത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് നീ അങ്ങ് ഷേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കില്ല. നീ ഒരു ചുക്കും ചെയ്യാനില്ല. അത് നീ മനസ്സിലാക്കിയിരുന്ന നിനക്ക് കൊള്ളാം. എന്തായാലും ജേർണലിസ്റ്റ് വന്ന് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഈ ചെറ്റയെ ഇന്റർവ്യൂ ചെയ്തത് നല്ലതായി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ സാധാരണക്കാർക്ക്. പിന്നെ നീ പറഞ്ഞ് കമന്റ് ഇടുന്ന സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കമന്റ് ഇടുന്നത്. ഇവിടെ വിവരം എന്ന് പറഞ്ഞ നീ ഒരു മീഡിയ പ്രവർത്തകരാണെന്ന് പറഞ്ഞത്. കമന്റ് ഇടുന്ന പിന്നെ എത്ര സെക്കൻഡിന്റെ വ്യത്യാസമല്ലാതെ പിന്നെ മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് ഇടുന്നത്. ആളിങ്ങനെ ഫോണിൽ കുത്തിയിരിക്കും. രാഹുലിന്റെ വരും, രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ അപ്പോഴേ കമന്റ് ഇടും. അതേ കമന്റ് തന്നെയായിരിക്കും ബാക്കിയുള്ളവർ ഇടുന്ന. അല്ലാതെ അങ്ങനെ PR വർക്കാണ്, മറ്റേതാണ്, മറിച്ചാണ്. അത് നിന്റെ ജോലിയാണ് നീ പറയുന്നത്, PR വർക്ക് എന്ന് പറയുന്ന. ഇതെന്ന് രാഹുൽ മാങ്കൂട്ടോ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടിട്ടേ ഇല്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഫോട്ടോയിലും ചാനലിലും കാണുന്നതല്ലാതെ. പക്ഷെ എനിക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്. അവന് മാത്രമല്ല, ഷാഫി പറമ്പലിനെ ഇഷ്ടമാണ്, ചാണ്ടി ഉമ്മനെ ഇഷ്ടമാണ്, ശ്രീകണ്ഠനെ ഇഷ്ടമാണ്. അങ്ങനെ കുറെ ചെറുപ്പക്കാരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, LDF ഗവൺമെന്റ് 10 വർഷമായിട്ട് ഭരിക്കുന്നത്. ആ പാർട്ടി നശിക്കുകയാണ്. ഇവിടെ വളരുന്നത് സംഘപരിവാർ ശക്തികളാണ്. അപ്പൊ അവന്മാരെ അടിച്ചൊതുക്കണമെങ്കിൽ വേറൊരു ഭരണം വന്നാലേ ഒക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പുതിയൊരു നേതൃത്വം തന്നെ വരട്ടെ. ഈ വയസ്സന്മാരെ VD സതീശൻ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. VD സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ് നീ മുഖ്യമന്ത്രിയാവുന്നില്ല VD സതീശ. ഞാൻ പറയാണ്, ചെന്നിത്തല ആയിരുന്നാലും VD സതീശനായിരുന്നാലും നീയൊക്കെ എങ്ങനെ സ്വന്തമായിട്ട് ഒരാളിന് വിചാരിച്ചാൽ മുഖ്യമന്ത്രിയാവും? UDF-ന് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരേണ്ട സൗകര്യം വരുമ്പോൾ അവിടെയുള്ള UDF-ന്റെ MLA-മാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി എല്ലാം യോഗം ചേർന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഹൈക്കമാൻഡ് ഉണ്ട്, അവർ തീരുമാനിക്കും മുഖ്യമന്ത്രി ആരാണെന്ന്. അല്ലാതെ ഈ VD സതീശന്റെ കൈ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിലുണ്ട്. കാരണം ഈ VD സതീശൻ തന്നെ ഒരു ചെറ്റപ്പെണ്ണിന്റെ കേക്ക് മുറിച്ച് അവളെ വായിൽ വെച്ച് കൊടുക്കണം ബർത്ത്ഡേക്ക്. അവള് പറയണേ എനിക്ക് പിതാവിനെ പോലെയാണെന്ന്. ഇതുപോലെ തന്നെയാണ് ഇവള് പറഞ്ഞത്. സരിതാ നായർ പറഞ്ഞ എന്താണ്? ഉമ്മൻചാണ്ടി എനിക്ക് പിതാവിനെ പോലെയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഉമ്മൻചാണ്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പൈസ വാങ്ങിച്ച ഏത് തെണ്ടിത്തരം, ഏത് ചെറ്റത്തരം, ഏത് പെണ്ണുങ്ങളും പറയും, ഏത് ആണുങ്ങളും പറയും. അതുകൊണ്ട് കൂടുതൽ നീ മറ്റേ കളി കളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങ് ചെയ്ത് കളയാന്ന് വിചാരിക്കരുത്. അത് നീ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നീ സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. ഓക്കെ, കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നന്ദി, നമസ്കാരം.